ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. പണ്ട് CNN ഒരു ഡോക്ടർ സഞ്ജയ് ഗുപ്ത എന്ന് പറഞ്ഞ മെഡിക്കൽ കറസ്പോണ്ടൻ്റ് ഉണ്ടായിരുന്നു. അയാൾ ബിൽഗേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ബിൽഗേറ്റിനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സംഭവം എന്തായിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവം എന്തായിരിക്കും? അപ്പോൾ ബിൽഗേറ്റ് പറഞ്ഞൊരു ആൻസർ എന്ന് വെച്ചാൽ, ഈ എൻ്റെ ലൂസിങ് ഹിസ് മെമ്മറി ഈസ് വൺ ഓഫ് ഹിസ് ബിഗ്ഗസ്റ്റ് ഫിയേഴ്സ് ആണ്. എൻ്റെ ഓർമ്മശക്തി എല്ലാം നശിച്ചു പോവുക, അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ പേടി. നാളെ ഈ ഓർമ്മശക്തി എനിക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യം. കാരണം വെച്ചാൽ നിങ്ങളുടെ ജീവിതം ആലോചിച്ചു നോക്കും. ജീവിതം തന്നെ ഇറ്റ് ഈസ് ഫ്യൂ മെമ്മറീസ്. നിങ്ങൾക്ക് മെമ്മറീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ പറ്റും? അത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടേ, വാട്ട് ലൈഫ് ഈസ് ലൈക്ക് ഫോർ സംവൺ വിത്ത് അൽസൈമേഴ്സ് ഡിസീസസ്. ഓൾ വി റിയലി ആർ നമ്മളെ മനുഷ്യന്മാരായി ജീവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ തോട്ട്സ് ഇൻ ദ ബ്രെയിൻ മാത്രമാണ്. അത് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ, പിന്നെ നമ്മളെ ഈ ട്രേഡിങ് ഈസ് ലൈക്ക് എ വീഡിയോ ഗെയിം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഇൻട്രാഡേ ട്രേഡിങ് ആക്ച്വലി പീപ്പിൾ ആർ ഡൂയിങ്. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ യു ക്യാൻ മേക്ക് എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് മണി. ഇറ്റ് ഈസ് അഗൈൻ എ ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷേ ഈ വീഡിയോ ഗെയിംസിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ, ഈ വീഡിയോ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഇതൊരു ബ്രെയിൻ ഗെയിമാണ് ശരിക്കും. അതിന് ധാരാളം കോൺസെൻട്രേഷൻ ആവശ്യമാണ്. പിന്നെ അതുപോലെ വീഡിയോ ഗെയിം ചെയ്യുന്നത് ഈ കൈയും കണ്ണും, ഹാൻഡ് ഹൈ കോർഡിനേഷൻ, പിന്നെ അതിക്ക് ഡിസ്ട്രാക്ഷൻസ് പാടില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദർ ബ്രെയിൻ ഫങ്ഷൻ വിൽ ബി ബെറ്റർ എന്നാണ് പറയുന്നത്. അതുപോലെ ഇറ്റ് ക്യാൻ പ്രിവെൻറ്റ് ന്യൂറോ ഡിജനറേറ്റീവ് ഡിക്ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇവർ പറയുന്നത് വെച്ചാൽ, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ FDA അപ്രൂവ്ഡ് വീഡിയോ ഗെയിംസ് മാർക്കറ്റിൽ വരും. ഇറ്റ് ഈസ് ലൈക്ക് എനി ഡ്രഗ് എന്നാണ് പറയുന്നത്. അതാണിപ്പോൾ ഞാൻ കേട്ടത്. അത് നിങ്ങൾ ആലോചിക്കണം. അൽസൈമേഴ്സ് ഡിസീസ് ഉള്ള ആളെ സംബന്ധിച്ചോളം നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, കെയർ ഗിവേഴ്സ്, ഇവരെല്ലാം ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവരെല്ലാം അവരെ ബെഡിൻ്റെ സൈഡിൽ നിൽക്കലാണ്ട് ഈ പേഷ്യൻസിന് ഇവരൊന്നും അറിയില്ല. ആൻഡ് ഫോർ ഡെക്കേഡ്സ് ദേ ഹാഡ് ടു ലിവ് വിത്ത് നോ ഹോപ്പ്, നോ ഫ്യൂച്ചർ, ദേ ഹാവ് നോ ക്യൂർ ഓൾസോ. ഇതിനുള്ള പ്രധാന കാരണം വെച്ചാൽ, ഈ ബ്രെയിനിൽ വരുന്ന ചില പ്ലാക്സ്, അമിലോയിഡ് പ്ലാക്സ് എന്ന് പറയും, അതൊരു പ്രോട്ടീൻസ് ഡിപ്പോസിറ്റ് ബ്രെയിനിൽ വരുന്നതാണെന്ന് പറയുന്ന ഒരു കാരണം. ഇപ്പോൾ ബിൽഗേറ്റ്സ് ആണ് ലോകത്തിലെ ഏറ്റവും അധികം പൈസ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അയാൾ തന്നെയാണ് ഡിമെൻഷ്യ ഡിസ്കവറി ഫണ്ട് എന്ന് വെച്ചാൽ വേൾഡിലെ ലാർജസ്റ്റ് വെഞ്ചർ ഫണ്ട്. ഇത് ഡിമെൻഷ്യ ഡ്രഗ്സ് ഉണ്ടാക്കുന്നതിനകത്ത് ഫണ്ട് ചെയ്തിട്ടുള്ളത്. The people who live better and longer are the ones who hold on to hope എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് let us hope for a better days to come. Thank you very much.